ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയും അതിവൈകാരികമായി മറ്റുള്ളവരെയെല്ലാം ഒരു മാനവികതയും ഇല്ലാത്ത മനുഷ്യത്വവും ഇല്ലാത്ത ആളായി ചിത്രീകരിക്കാൻ വേണ്ടിയെല്ലാമുള്ള രാഷ്ട്രീയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ പറയുന്ന ചർച്ചയിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിയൊക്കെ കോട്ടിയാണ് പൊതുവിദ്യാഭ്യാസം ഉന്നയിക്കാൻ സൂചിപ്പിക്കാൻ വേണ്ടി. അമേഠി എന്ന് പറയുന്ന റായ്ബറി എന്ന് പറയുന്ന ആ പ്രദേശത്തൊക്കെ പോറ്റിങ്ങോട്ട് വന്നല്ലോ. അവിടെയൊക്കെ ഇതുപോലെയുള്ള ഒരൊറ്റ സ്കൂള് ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ അതുപോലെ അല്ല ഞങ്ങൾ നമ്പർ അല്ല പറയട്ടെ, ഇത് ശരിയല്ല. പറയട്ടെ, നിക്ക് പിന്നെ നിക്ക് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടാതിരുന്ന എന്താണ് പറയണമെന്നുള്ളതുകൊണ്ടാണ്. ധർമ്മസ്ഥലം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊന്നതിനെ പറ്റിയൊന്നും ഒറ്റ അക്ഷരം മിണ്ടാൻ ഈ രാഹുൽ ഗാന്ധി ഒന്നുമില്ല. അവരെവിടെയും ഒരു ശബ്ദം ഉണ്ടാക്കാറില്ല. അവരിവിടെ മാത്രം വന്ന് നിങ്ങളുടെ രീതിക്കനുസരിച്ച് അല്ല ഒരു കാര്യം പറയട്ടെ മരണം നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ കൂടിയാണ് പറയേണ്ടത്. അല്ല ഒരു കാര്യം, നിങ്ങൾ അതിന്റെ ഇടയിൽ നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അതുകൂടി പറയേ. ഫിറ്റ്നസ് കൊടുത്തത് നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തല്ലേ? ഞാൻ ഇത്രയേറെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് ഫിറ്റ്നസ് കൊടുത്ത വകുപ്പിലാണ്. കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരി 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 സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. എന്നോട് പ്രേക്ഷകർ ക്ഷമിക്കണം, പാനലിസ്റ്റുകളും ക്ഷമിക്കണം. ഈ കാര്യത്തിൽ ഇതിപ്പോ തുടർച്ചയായ 3 ദിവസങ്ങളിലും ഈ വിഷയത്തിൽ തന്നെയാണോ ചർച്ച? നിങ്ങൾക്ക് വെട്ടയാടി മതിയായില്ലേ തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഒരു വഴിക്ക് വരികയും ചെയ്യുന്നുണ്ട്. 3 ദിവസം എന്നുള്ളതല്ല, സിസ്റ്റം നന്നാകണമല്ലോ. അപ്പോൾ അത് വരെയും പറയണമല്ലോ. അതുകൊണ്ടാണ്